ജീവിതം തന്റെ ഗ്രാമത്തിലെ 150 വർഷം പഴക്കമുള്ള വീട്ടിൽ താമസിക്കാൻ വന്നതാണ് അനൂപും മകളും. രാത്രി 12 കഴിഞ്ഞാൽ വീട്ടിന്റെ മുകളിലെ മുറിയിൽ നിന്ന് കാലടികളുടെ ശബ്ദം കേൾക്കാമെന്നും ആരും അങ്ങോട്ട് കയറാൻ ധൈര്യപ്പെടാറില്ലെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. പക്ഷേ അനൂപ് പേടിച്ചില്ല. പറഞ്ഞു കേട്ട കഥകൾക്കു വിശ്വാസമില്ല എന്ന് അവൻ പറഞ്ഞു. ആ രാത്രി അനൂപിന് മുകളിലെ മുറിയിൽ നിന്ന് കുട്ടിയുടെ ചിരി കേട്ടു പേടിച്ചെങ്കിലും സത്യം തെളിയിക്കണം എന്നുറച്ച് അവൻ മെഴുകുതിരി എടുത്ത് പടികൾ കയറി. മുറിയുടെ വാതിൽ അല്പം തുറന്നിരുന്നു. അകത്ത് കടന്നപ്പോൾ പഴയ കണ്ണാടിയുടെ മുന്നിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. വെളുത്ത വസ്ത്രം, നീണ്ട മുടി. അവൾ പറഞ്ഞു, ഇവിടെ വന്നത് നന്നായിരിക്കുന്നു, എനിക്ക് കളിക്കാൻ ഒരാൾ വേണമായിരുന്നു. അനൂപ് വിറച്ചു. നീ ആരാ? അവൾ ചിരിച്ചു. ഞാൻ ഈ വീട്ടിൽ മരിച്ച കുട്ടിയാണ്. എന്നാൽ അനൂപ് മെഴുകുതിരി അവളുടെ മുഖത്തേക്ക് ഉയർത്തി നോക്കിയപ്പോൾ അവൻ ഞെട്ടി. അവളുടെ മുഖം അനൂപിന്റെ മകളുടേതായിരുന്നു. അച്ഛ, എനിക്ക് ഒപ്പം എന്നും ഉണ്ടാവാമല്ലോ എന്ന് പറഞ്ഞ് അവൾ കണ്ണാടി വഴി അപ്രത്യക്ഷയായി. അപ്പോഴാണ് അനൂപ് തിരിച്ചറിയുന്നത് അവന്റെ മകൾ താഴെ കിടപ്പുമുറിയിൽ ഇല്ലായിരുന്നുവെന്നു. സത്യത്തിൽ ആ വീട്ടിൽ ഉണ്ടായിരുന്നത് വേറെ ആരുടെയും ആത്മാവ് അല്ലായിരുന്നു. അത് അനൂപിന്റെ മകളുടെ ആത്മാവായിരുന്നു. അവൾക്ക് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച അപകടത്തിൽ മരണം സംഭവിച്ചിരുന്നു. പക്ഷേ അനൂപിന്റെ മനസ്സ് അത് സമ്മതിച്ചിരുന്നില്ല. അവൾ ഇപ്പോഴും ജീവിക്കുന്നു എന്ന് കരുതിക്കൊണ്ടായിരുന്നു അനൂപിന്റെ ജീവിതം.